ചെയിൻ പൊട്ടിയതാ. ഓ ഇപ്പൊ ശരിയാക്കി തരാം. ഇതെന്ത് സാരില്ല ജെറി, പപ്പ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇട്ട് തന്നോളൂ. എന്നാലും എനിക്ക് അറിയാവുന്നായിരുന്നു. പോലെ ഞാൻ സ്പാൻ എടുത്തോണ്ട് വരാം. ഇപ്പൊ ശരിയാക്കി തരാം. നശിപ്പിച്ചു. ജെറി ശരിയാക്കി തരാന്ന് പറഞ്ഞ സ്പാനർ എടുക്കാൻ പോയതാ. അവന്റെ നിക്കറിന്റെ സിപ്പ് ഇപ്പോഴും അപ്പനായിട്ട് കൊടുക്കണേ. ആഹാ, ആ ടൂൾ ബോക്സ് ഒക്കെ എങ്ങോട്ടാ എടുത്തോണ്ട് വെക്കടാ. ഓക്കെ ബൈ. താങ്ക് യു. ഓക്കെ. മാസിലും വിരിപ്പിലും നടക്കുന്നുണ്ടല്ലേ വൃത്തികെട്ടവൻ. ജെറിയുടെ ചേട്ടന് എന്താ മസില്? പോട്ടെ, അതൊക്കെ പ്രോട്ടീൻ പൗഡറാ. സൽമാൻ ഖാനാന്ന് വിചാരം. എത്തിയോ? ഇത് കണ്ടില്ലേ? ഇത് എന്താ ഇത് ഇങ്ങനെ? ഇത് കൊണ്ടുപോയി എവിടെങ്ങാനും വെച്ചേ? അതെന്താ? ഈ ചേട്ടന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ കളിയാക്കി. ആണോടാ? എന്ത് കളിയാക്കി? കാര്യം പറഞ്ഞു. ആഹാ, അത് നടന്ന കാര്യല്ലേ മോനെ? എല്ലായിടത്തും പറയുന്നുണ്ടോ? നിന്റെ സിപ്പി കുണിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. അടുത്തോണ്ട് പറയട്ടാ. അടങ്ങിയിരിക്കുന്നുണ്ടോ രണ്ടുപേരും? ഓ ദേ അവിടെ ജിമ്മി പെരുപ്പിച്ചോണ്ടിരിക്കുവാ. ഇന്ന് ഞാൻ ശരിയോ? അപ്പോയി പ്രായം നോക്കി വേണം വർക്കൗട്ട് ചെയ്യാൻ. ഇവിടെ കുഴഞ്ഞു വീണ ആരും ഉണ്ടാവില്ല തൂക്കി കൊണ്ടുപോകാൻ. ഇത് നിന്നെ പോലെ പ്രോട്ടീൻ പൊടി കൊണ്ട് ഉരുട്ടിയെടുത്തല്ല. ഓ നാച്ചുറൽ മോനെ, നാച്ചുറൽ. നിന്റെ പ്രായത്തിലേ ഞാൻ പഞ്ചഗുസ്തി ചാമ്പ്യനാ. ഇപ്പൊ പിടിച്ചാലും പുട്ടുപോലെ നിന്നെ അടിക്കും. നോക്കുന്നോ? വേണ്ട എന്റെ പൊന്നോ, ഞാൻ ഇല്ലേ. ഈടാ അപ്പനോട് കൂട്ടാൻ ചങ്കുറപ്പില്ല, അത് പറ. അല്ല ഇതെന്താ രണ്ടു നേരം വർക്കൗട്ടൊക്കെ? പഴയതുപോലെ സ്റ്റാമിന ഇല്ലടാ, സ്റ്റാമിന കൂട്ടണം. അപ്പാ സ്റ്റാമിന കൂട്ടിക്കോ, പക്ഷെ ആളുടെ എണ്ണം കൂട്ടരുത് വീട്ടിൽ. ഓക്കെ ഓക്കെ. അപ്പന്റെ സ്റ്റാമിന കൂടെ വീട്ടിലെ ആൾക്കാർ എണ്ണ എങ്ങനെ കൂടാ? അപ്പ വേണ്ട, ഇവിടെ വേണ്ട, ഈ കാണുന്ന പെമ്പിളൊന്നും വേണ്ട, വേണ്ട, തോർത്ത് വേണ്ട, ഈ നാട്ടിലെ ജീവിതമൊക്കെ വേണ്ട, സ്കൂളിൽ പോകണ്ട, സ്റ്റഡി വേണ്ട, നമുക്ക് അങ്ങനത്തെ സീനൊന്നും വേണ്ട. മോനെ അതാ വന്നു. എടാ ടോം, ടോം എന്താ? എടാ ആ സ്പാനറോ പ്ലെയറോ ആ ടൂൾ ബോക്സ് എവിടെ ഇരിക്കുന്നേ? അതവിടെ ഉണ്ട്. കുടുങ്ങി കുടുങ്ങി. അയ്യേ കരയാതെ മോനെ, ഒന്നുമില്ലെന്ന്. ഇത് പറിച്ചെടുക്കാനല്ല, സിബഴിക്കാനാ. മോനെ അമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ ഷഡ് ഇടണം, ഷഡ് ഇടണോന്ന്. ഇപ്പൊ ശരിയാക്കി തരാം. റിലാക്സ് റിലാക്സ് റിലാക്സ്. ജോലി വരുന്നുണ്ടോ? ശാലം പോറിട്ടാ പോരെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നോക്കട്ടെ അമ്മ നോക്കട്ടെ മോനെ, വേദന ഉണ്ടോടാ? നല്ല വേദന ഉണ്ടോ? പോടാ അവിടുന്ന്. അങ്കിൾ ചെറി വരുന്നില്ലേ? അവനിപ്പോ വരും, റെഡിയാക്കൊണ്ടിരിക്കുക. നിന്നോടല്ലേ പറഞ്ഞ പോവാൻ? ഓക്കേ. ഇല്ല കേട്ടോ, ചേട്ടൻ പറയത്തില്ല കേട്ടോ. പുറത്ത് പറയാൻ പറ്റുന്ന ചില കാരണങ്ങളാൽ ചെറിയ അല്പം ലേറ്റ് ആവും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. മടക്കി ഒലിപ്പിക്കുന്നുണ്ടല്ലേ? എന്ത് പറ്റി ജെറി? അവനോടൊന്നും ചോദിക്കരുതേ പ്ലീസ്. അവന്റെ മടിയിൽ ആരും ഇരിക്കാതെ ശ്രദ്ധിക്കണേ പ്ലീസ്. ഓ അപ്പൊ ഇന്ന് സിബ് കുടുങ്ങിയില്ലേ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ, വേഗം റെഡിയാകാൻ നോക്കടാ. എന്നെ കടന്ന് പറഞ്ഞു
എന്താ ഒരിളക്കം? എന്ത്? അല്ല, ഒരിളക്കം എന്താണെന്ന്. ഗട്ടറല്ലേ, അതുകൊണ്ടോ? അല്ലടാ ക്ലാപ്പാ, പതിവില്ലാത്തൊരു പാട്ടൊക്കെ. ചേട്ടാ, എനിക്കൊരു പാട്ട് പാടിക്കൂടെ? പിന്നെ പണ്ട് ഇതുപോലെ ഞാൻ പാടിയൊരു കാലം ഉണ്ടായിരുന്നു, അതോർത്ത് പോയതാ. അപ്പനോ? ആ. പാട്ടോ? എടാ, നിന്റെ തള്ളയോട് പോയി ചോദിക്ക. ശരി ശരി. നീ എന്താ ആമയായിരിക്കുന്നവരെ അരിച്ചോണ്ടിരിക്കുന്നേ? ഒന്ന് കത്തിച്ചു വിട്ടേ. അപ്പൊ ശരി. അപ്പോഴേ നിന്റെ അടുത്തൂടെ കല എന്നൊരു സാധനം പോയിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരുത്തൻ കഷ്ടപ്പെട്ട് പാട്ട് പാടുക എന്നൊരു അവസ്ഥ അതെന്തുകൊണ്ടാന്ന് എനിക്ക് ഭംഗിയായിട്ട് അറിയാം. ഞാനേ നിന്റെ തന്തയാ, അളിയനല്ല. മനസ്സിലായോ? പോട്ടെ. പോയിക്കോ. എന്താ നീ ഇത് എവിടെയാണ്? എത്രയോ എടാ, ആ ബ്രോസൊക്കെ ഇവിടെ കുറഞ്ഞിട്ട് പോസ്റ്റ് അടിച്ചിരിക്കണ്ട. എടാ, വണ്ടി ഇന്നലെ കൊടുക്കാന്ന് പറഞ്ഞല്ലേ? അന്ന് ഞാൻ പറഞ്ഞത് വെയിറ്റ് ചെയ്യാൻ പറ. ഓക്കെ. നിനക്കറിയാലോ ബടി ഒരു 10 മിനിറ്റ് ഏട്ടാ. ഇപ്പൊ ശരിയാവും. പൊളിച്ചില്ലേ? നോ, വേണ്ട വേണ്ട, അത് ശരിയാവില്ല.
ഏയ് ബ്ലൂ വേണ്ട ബ്ലൂ വേണ്ട. ഗ്രീൻ. പെർഫെക്റ്റ് പെർഫെക്റ്റ്. എക്സ്ക്യൂസ് മീ. എടാ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ തിരിച്ചു വിളിക്കാം. ഹായ്, എന്നോടാണോ? സോറി, ഞാൻ കരുതി എന്നോടാന്ന്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലംസ്. സോറി.